നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാർ കത്തിയ സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അപകടത്തിൽ പരിക്കേറ്റ അമ്മ ഉൾപ്പെടെയുള്ള 3 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രി സന്ദർശിച്ചു. കുട്ടികളുടെ സംസ്കാര ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി. നിർധന കുടുംബത്തിന് കൈത്താങ്ങായി സേവാഭാരതി. വാണിയംകുളത്ത് തലചായ്ക്കാനിടം പദ്ധതിയിൽ വീട് വെച്ച് നൽകി. പ്രദേശത്ത് ഇതോടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീട്. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിന്റെ ആധാരശിലയിലെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സംഗമം ഓങ്ങല്ലൂരിൽ. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലെ സൗമ്യവും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും മുഖമാണ് TS പീറ്റർ എന്ന് A. പ്രഭാകരൻ MLA. പാലക്കാട് കോലായിക്കൂട്ടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ TS പീറ്റർക്ക് ആദരം. വാർത്തകൾ വിശദമായി. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കത്തിയ മരുന്നിനെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ മരണപ്പെട്ട 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പരിക്കേറ്റ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഞായറാഴ്ച ആശുപത്രി സന്ദർശിച്ചു. കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ആൽഫ്രഡ് മാർട്ടിന്റെയും എമിൽ മരിയ മാർട്ടിന്റെയും മൃതദേഹങ്ങളാണ് ഞായറാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. പിന്നീട് ഈ മൃതദേഹങ്ങൾ പാലന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ അമ്മയ്ക്ക് ബോധം തെളിയുന്നതുവരെ മൃതദേഹങ്ങൾ 2 ദിവസം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം. ഞായറാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രിയിൽ സന്ദർശനം നടത്തി. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ അമ്മ എൽസി, മൂത്തമകൾ അലീന, മുത്തശ്ശി ഡെയ്സി എന്നിവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. ചികിത്സാ സഹായം ഏർപ്പെടുത്തുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി സൂചിപ്പിച്ചു. കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം മുഖ്യമന്ത്രി ഈ മാസം 16-ന് എത്തിയ ശേഷം കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശേഷം 17-ാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ. 16-17 എത്തുള്ളൂ. വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം. ഈ ചികിത്സാ ചെലവ് നമ്മൾ ഇന്നലെ വായിക്കുന്നു പറഞ്ഞു. അക്കാര്യത്തിൽ കളക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ച് ഡെപ്യൂട്ടി തഹസിൽദാരിനെ ചുമതലപ്പെടുത്തി. ചികിത്സയിലുള്ള അവസ്ഥ ഇല്ല, അത് നോക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ ചികിത്സാ ചെലവ് മുഴുവൻ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിൽ 40% അമ്മയ്ക്കുണ്ട്, മറ്റേ 25% കുട്ടിക്കുണ്ട് എന്നുള്ളതാണ്. കുട്ടിക്ക് വലിയ പ്രശ്നമില്ല, അമ്മയ്ക്കുള്ള ചെറിയ പ്രശ്നം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പരമാവധി ചികിത്സ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നേരിട്ട് സർക്കാർ ചെയ്യും. സർക്കാരത്തിനുള്ള എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ റവന്യൂ മിനിസ്റ്ററായിട്ട് വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ കളക്ടർക്ക് വിളിച്ച് പറഞ്ഞിട്ട് അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ സ്വകാര്യ ആശുപത്രിക്കാണ് അതിൽ ഉപകാരമുള്ള മാറ്റം. അമ്മയ്ക്കൊന്നും ബോധമായ ശേഷം കുട്ടിയിൽ നിന്ന് ഒരു ബോധമായ ശേഷം അങ്ങോട്ട് കൊണ്ടുവരുന്നു. തീർച്ചയാണെങ്കിൽ അമ്മയ്ക്കൊന്ന് കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വാണിയംകുളത്ത് വീട് നിർമ്മിച്ചു നൽകി. തലചായ്ക്കാനിടം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാണിയംകുളം വെള്ളാരംപറമ്പിൽ സുന്ദരിക്കാണ് വീടൊരുക്കിയത്. പ്രദേശത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. അതാണ് മാധവസേന. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ അമ്മയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഓരോ വ്യക്തികളും ഇതിൽ താല്പര്യവും സംഭാവന ചെയ്ത ആളുകളും അതുപോലെ തന്നെ ഇതിനോട് താല്പര്യം കാണിച്ചവരും അനുകമ്പ കാണിച്ചവരും എല്ലാവരുടെ മനസ്സിലുള്ള ആ നന്മയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഏറ്റവും അധികം പ്രചോദനം കിട്ടുന്നത്. വീടിന്റെ താക്കോൽദാനം റിട്ടയർഡ് ജില്ലാ ജഡ്ജ് KP സുധീർ നിർവഹിച്ചു. സേവാഭാരതി വാണിയംകുളം പ്രസിഡന്റ് K ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി T മണികണ്ഠൻ സേവാ സന്ദേശം നൽകി. യൂണിറ്റ് സെക്രട്ടറി P അജിത് ബാബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് M മോഹനൻ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് R രാജീവ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ C സോമസുന്ദരൻ, TG ഹരിദാസ്, ട്രഷറർ P ഹരിദാസൻ എന്നിവർ സംസാരിച്ചു.
നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ ഭക്ഷണവും താമസവും താൽക്കാലികമായി ലഭിച്ചിരുന്ന സുന്ദരിയമ്മ രോഗബാധിത കൂടിയാണ്. നിലവിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടുന്ന അവസ്ഥയിൽ എന്തു ചെയ്യണം എന്ന് അറിയാതിരുന്ന സമയത്താണ് സേവാഭാരതി വാണിയംകുളം ഇവരെ ഏറ്റെടുക്കുന്നത്. സ്വന്തമായൊരു കിടപ്പാടം എന്ന സുന്ദരിയമ്മയുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമാണ് സാധ്യമായത്. ഇതുകൂടാതെ മരുന്നിനും മറ്റ് ആശുപത്രി ചിലവുകൾക്കുമായി സാന്ത്വനം എന്ന പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും 1000 രൂപ പെൻഷനായി സേവാഭാരതി വാണിയംകുളം നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിൻ്റെ ആധാരശിലകളിലാണെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ.പി. മോഹനൻ. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന തലക്കെട്ടിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഓങ്ങല്ലൂർ സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണെന്ന് വെച്ചാൽ പതിവ് ശൈലിയിൽ നമ്മൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് പകരം എങ്ങനെയാണ് ഈ കാലം നമ്മുടെ എഴുത്തിലും കലയിലും സാഹിത്യത്തിലും എല്ലാം പ്രതിഫലിക്കുന്നത്, അങ്ങനെ പ്രതിഫലിതമാകുന്ന കാലത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ എങ്ങനെ പരിശോധിക്കുന്നത് എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയാണ് ഈ യോഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സ്വീകരിച്ചത്. അവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത് എന്ന് വളരെ വളരെ പ്രസിദ്ധമായിട്ടൊരു പറയൽ തന്നെയുണ്ട്. അങ്ങനെ പറയാറുണ്ട് സാധാരണ. അവസ്ഥകളുടെ ആഖ്യാനമാണ് ഏറ്റവും നല്ല ജീവിതാവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത്, കല, എല്ലാം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ കലയിലെ ജീവിത വീക്ഷണം, കലയിലെ പ്രപഞ്ച വീക്ഷണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന തലക്കെട്ടിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് കെ.എം. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ എ.എം. നാരായണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി.പി. ചിത്ര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി.ബി. രഘുനാഥ്, എം.ആർ. സുനിൽ, പ്രൊഫസർ സി.പി. ചിത്ര ടീച്ചർ, കെ. ശാന്തകുമാരൻ മാസ്റ്റർ, കെ.എം. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ഡി.ബി. രഘുനാഥ്, പ്രൊഫസർ സി.പി. ചിത്ര ടീച്ചർ, കെ. ശാന്തകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് കോലായിക്കുട്ടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ ടി.എസ്. പീറ്ററെ ആദരിച്ചു. മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലെ സൗമ്യവും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും മുഖമെന്ന് ടി.എസ്. പീറ്റർ എന്ന് എം.എൽ.എ. പറഞ്ഞു. അക്ഷരോത്സവത്തിന്റെ ഭാഗമായാണ് കോലായക്കൂട്ടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനായ ടി.എസ്. പീറ്ററെ ആദരിച്ചത്. നോവലിസ്റ്റ് ടി.കെ. ശങ്കരനാരായണൻ ടി.എസ്. പീറ്റർക്ക് പൊന്നാട അണിയിച്ചു. ഗ്രന്ഥശാല സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി.കെ. ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ യു. ജയപ്രകാശ് അധ്യക്ഷനായി. കഥാകൃത്ത് മനോജ് വീട്ടിക്കാട്, പ്രൊഫസർ പി.കെ. ബാലകൃഷ്ണൻ, വി. രവീന്ദ്രൻ, എം.എസ്. ദാസ് മാട്ടുമാന്ത, ഇന്ദുലേഖ വയലാർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്രന്ഥശാല പ്രവർത്തകനെ ആദരിക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള കുറേ ആളുകൾ, പല തർക്കങ്ങളിൽ കുറച്ച് പേര് ഒഴിഞ്ഞു പോയെങ്കിലും ഈ ഹാള് കളയാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തകന് ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ സന്നദ്ധനായ അവരുടെ മനസ്സിനെ ആദ്യമായി വളരെയധികം സന്തോഷിക്കുന്നു. ഞാനും കുറെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. പീറ്റർ സാറെ 90 മുതലാണ് പരിചയപ്പെടുന്നത്. ജനകീയാസൂത്രണ ഘട്ടം ആരംഭിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും മലമ്പുഴയുടെയും പ്രോജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ ഞാനും ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവിടെ വരുന്നത്. കോലായിക്കൂട്ടം സെക്രട്ടറി സതീഷ് കൊയിലത്ത് സ്വാഗതവും ചേരാമംഗലം ചാമുണ്ണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടനാംകുറിശി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എൻ.പി. ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. വായനശാലയ്ക്കായി എൻ.പി. ഉണ്ണികൃഷ്ണൻ്റെ പുസ്തകശേഖരം അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്നും പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ. ജനാർദ്ദനൻ ഏറ്റുവാങ്ങി. അന്തരിച്ച വാടനാംകുറിശി ഗ്രാമീണ വായനശാലയുടെ മുൻ സെക്രട്ടറിയും പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തനവുമായിരുന്ന എൻ.പി. ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സദസ്സ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ. ജനാർദ്ദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട് ബാങ്കുകളിലെ സ്ഥിതിവിവരങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഒരു പുനരവലോകനം ചെയ്യേണ്ടും പുനഃസ്ഥാപിച്ചെടുക്കേണ്ടിയും കോടതിയൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അന്ന്
വ്യക്തമായ ആ കണക്കുകളുടെ ഒരു ധാരണയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്ന് അവിടെ അദ്ദേഹം അക്കൗണ്ടന്റ് ആണെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആണെന്ന് അറിയില്ല. ഏതായാലും ആ തസ്തികയിൽ ഇരിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ സഹായകരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ വായനശാലയുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനം പ്രാദേശികമായി സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടെന്നല്ലാതെ വായനശാലയുടെ ഒരു സ്ഥാപക അംഗം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നടത്തിപ്പുകാരൻ എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തനം ഇപ്പോൾ MRC പറഞ്ഞപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് M രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PP വിജയൻ, K വേണുഗോപാലൻ, P ഗോവിന്ദൻകുട്ടി, KS എഴുത്തച്ഛൻ സ്മാരക വായനശാല സെക്രട്ടറി MP രവീന്ദ്രനാഥൻ, ഗ്രാമീണ വായനശാല സെക്രട്ടറി KA ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. NP ഉണ്ണികൃഷ്ണന്റെ പുസ്തകശേഖരവും അലമാറയും വാടനാകുറിശി ഗ്രാമീണ വായനശാലയ്ക്കും EMS സമ്പൂർണ്ണ കൃതികൾ പട്ടാമ്പി KS എഴുത്തച്ഛൻ സ്മാരക വായനശാലയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൈമാറി. K ജനാർദ്ദനൻ ഇവ ഏറ്റുവാങ്ങി. വാരണാസിയിലെ NP ഉണ്ണികൃഷ്ണൻ്റെ വീടായ നടുവിൽ പിഷാരത്തെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വീട് കൂടിയാണ്. അവിടെയാണ് അദ്ദേഹം മരിച്ച 10 ദിവസത്തിനകം ഇത്തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. NP ഉണ്ണികൃഷ്ണൻ്റെ പേരിൽ ഒരു വായനാമൂല ഉടൻ സജ്ജമാക്കുമെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. CPI തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. KG ശിവാനന്ദനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ശിവാനന്ദൻ. അതേസമയം നാട്ടിക MLA CC മുകുന്ദനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ അരങ്ങ് കഥകളി അവതരണത്തിൻ്റെ ഭാഗമായി നരകാസുരവധം അരങ്ങിലെത്തി. 5ഓളം സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കഥകളി കാണാൻ നിരവധി ആസ്വാദകർ എത്തി. അരങ്ങ് കഥകളി അവതരണത്തിന്റെ ഭാഗമായാണ് നിള ക്യാമ്പസിൽ നരകാസുരവധം കഥകളി അരങ്ങേറിയത്. നക്കറത്തുണ്ടിയായി ഹരികൃഷ്ണനും ജയന്തനായി യതീന്ദ്രദാസും ലളിതയായി ലക്ഷ്മി ഗോപകുമാറും ദേവസ്ത്രീകളായി വൈഗയും ദക്ഷിണയും അരങ്ങിലെത്തി. കേരള കലാമണ്ഡലം കഥകളി വിഭാഗം മുൻ വകുപ്പ് മേധാവി കലാമണ്ഡലം സൂര്യനാരായണൻ വിശിഷ്ടാതിഥിയായിരുന്നു. തെക്കൻ കഥകളി വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരി ആർ നായർ, അധ്യാപകരായ രവികുമാർ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി കഥകളി ആസ്വാദകർ കഥകളി രാത്രിയിലും ആസ്വദിക്കാനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക യാത്രയ്ക്ക് തുടക്കം. KPCC വക്താവ് സഞ്ജീവ് G വാര്യർ ഉദ്ഘാടനം ചെയ്തു. എനിക്കുറപ്പുണ്ട് BJPയുടെ സാധാരണ പ്രവർത്തകർ ആരും അവരെ നേതൃത്വം ചെയ്യുന്ന ഈ നെറുകേടിനെ അനുകൂലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒറ്റപ്പാലത്തെ BJP പ്രവർത്തകർ, അവരോട് എനിക്ക് പറയാനുള്ളത്, CPM-മായി സന്ധി ചേർന്നിട്ടുള്ള BJP നേതൃത്വത്തിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ട സമയം കൂടിയാണ് സമാഗതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പാലം നഗരസഭയ്ക്കകത്ത് UDF-ന്റെ ഭരണം തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ മർദ്ദം ഒറ്റപ്പാലത്തെ മുഴുവൻ ജനതയും ഇത്തവണ UDF-ന് അനുകൂലമായി നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരസഭയിൽ ഇടതുപക്ഷം നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് വരോഡ് സെന്ററിൽ നിന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, ജാഥ ക്യാപ്റ്റന്മാരായ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, നഗരസഭാ കക്ഷി നേതാവ് P ജയരാജൻ എന്നിവർക്ക് പതാക കൈമാറി. നേതാക്കളായ PS ജഗദീഷ് ശങ്കർ, ഗിരീഷ് മാസ്റ്റർ, K കബീർ, C ഉണ്ണികൃഷ്ണൻ, M വാപ്പു, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, MP അബ്ദുൾ ബഷീർ, KP മോഹൻകുമാർ, M ഉണ്ണികൃഷ്ണൻ, N ഉസൈനാർ, K ഷമീർ, KP പാർവതി, B ജിത്തു, P വിജയൻ, P ഹരിദാസൻ, ഷാജി വീരമംഗലം, മുജീബ്, ജിതേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് കൃഷിക്കാർക്ക് ഉജ്ജ്വലമായ സമരം ഇന്ത്യയിൽ നടത്തേണ്ടി വന്നത്. ഭരണകൂടത്തിനെതിരെ രാജ്യമാകമാനം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച സമരമായിരുന്നു 1.5 വർഷക്കാലം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഡൽഹിയെ പിടിച്ചുകുലുക്കിയ ഉജ്ജ്വലമായ കർഷക കലാപം. ആ കലാപം തുടങ്ങിവെച്ചത് നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടത്തിയ ഉജ്ജ്വലമായ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉജ്ജ്വലമായ കർഷകരുടെ മാർച്ചാണ്. അമ്പലപ്പാറ വില്ലേജ് പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി T സേതുമാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.
കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് അവതരിപ്പിച്ചു. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, KP ഹരികൃഷ്ണൻ, CPIM അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ഗൗരി ടീച്ചർ, KV സോമസുന്ദരൻ എന്നിവർ പങ്കെടുത്തു. K വിനോദിനെ സെക്രട്ടറിയായും PP ഹരിദാസൻ മാസ്റ്ററെ പ്രസിഡന്റായും K രാമകൃഷ്ണനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. T സേതുമാധവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PP ഹരിദാസ് മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൂക്കോട്ടുകാവിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സേവനങ്ങളെല്ലാം സ്മാർട്ട് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ റവന്യൂ വകുപ്പും വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീ K രാജൻ അവர்களுം ശ്രദ്ധേയമായ നിലയിൽ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നൽകിയതിനുള്ള എല്ലാ നിലയിലുള്ള അംഗീകാരവും ഈ ഗവൺമെന്റ് നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെന്റായി മാറി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P മൊയ്തീൻകുട്ടി, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, വൈസ് പ്രസിഡന്റ് A ഹരിശങ്കർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NP ശശികല, K അജിത് കുമാർ, KT രമണിക്കുട്ടി, പഞ്ചായത്ത് അംഗം നിഷ രാഗേഷ്, K ജയദേവൻ, A സരസ്വതി, KS ജയകുമാർ, KP സുജിൻ, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ബാലഗോകുലം 50ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് പ്രതിനിധി സഭയും ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റൊരു രാജ്യത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികളെ ബാലഗോകുലത്തിലൂടെ ഈ നാടിന്റെ പൈതൃകവും സംസ്കാരവും ഹിന്ദുത്വത്തിലൂടെ ദേശീയതയും അത് ഉയർത്തിക്കാട്ടി അതിന്റെ നേർവഴിയിലൂടെ നമ്മുടെ പുതിയ തലമുറയെ പ്രത്യേകിച്ച് കുട്ടികളെ വാർത്തെടുത്തുകൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. സമ്മേളനത്തിൽ N ഹരീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. V ശ്രീകുമാരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ M സത്യൻ മാസ്റ്റർ, ഡോക്ടർ KP നന്ദകുമാർ, അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ്, ശ്രീജിത്ത് മൂത്തടത്ത്, KP ബാബുരാജൻ മാസ്റ്റർ, R പ്രസന്നകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സഭയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാർ കത്തിയ സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കാൻ മരണപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അപകടത്തിൽ പരിക്കേറ്റ അമ്മ ഉൾപ്പെടെയുള്ള 3 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ. മന്ത്രി K കൃഷ്ണൻകുട്ടി ആശുപത്രി സന്ദർശിച്ചു. കുട്ടികളുടെ സംസ്കാര ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി. നിർധന കുടുംബത്തിന് കൈത്താങ്ങായി സേവാഭാരതി. വാണിയംകുളത്ത് തലചായ്ക്കാരിടം പദ്ധതിയിൽ വീട് വെച്ച് നൽകി. പ്രദേശത്ത് ഇതോടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീട്. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിന്റെ ആധാരശിലയിലെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സംഗമം ഓങ്ങല്ലൂരിൽ. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലെ സൗമ്യവും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും മുഖമാണ് TS പീറ്റർ എന്ന് A പ്രഭാകരൻ MLA. പാലക്കാട് കോലായിക്കൂട്ടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ TS പീറ്റർക്ക് ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.